അർജുൻ കല്യാട്, നേരത്തെ ഞാൻ ചോദിച്ചത് കെ സുധാകരൻ വിമാനം കയറിയത് വെറും കൈയോടെ തിരിച്ചു വരാൻ വേണ്ടിയല്ല. കെ സുധാകരനോടൊപ്പം നിൽക്കുന്നവർക്കും ആത്മവിശ്വാസം പക്ഷേ ഇല്ലെങ്കിലും അവസാനത്തെ ഒരു ഫൈറ്റിലാണ് കെ സുധാകരൻ പോയിരിക്കുന്നത്. മടങ്ങി വരുമ്പോൾ കെ സുധാകരന് സീറ്റില്ലെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരണം? എല്ലാത്തിനും തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടോ കെ സുധാകരന്റെ അണികൾ? അർജുൻ കല്യാട്. തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, കെ സുധാകരൻ്റെ അനുയായികളും അണികളും ഒക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. KS ഒരു കാര്യത്തിന് വണ്ടി കയറിയാൽ ആ ആവശ്യം നിറവേറിയ ശേഷം മാത്രമേ തിരിച്ചു വരാറുള്ളൂ. ആ പ്രതീക്ഷ തന്നെയാണ് കെ സുധാകരൻ്റെ അനുയായികളെല്ലാം പങ്കുവെക്കുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്തകളിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ പോലും കെ സുധാകരന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു വന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്നലെ DCC ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്. അതായത് പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ കോൺഗ്രസിന്റെ പടനായകൻ കെ സുധാകരൻ എത്തുന്നു. അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പറയുന്ന ബാനർ സ്ഥാപിച്ചിട്ടുള്ളത്. അതിനകത്ത് എഴുതിയിട്ടുള്ള വാചകങ്ങളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. കണ്ണൂരിൻ്റെ ഹൃദയമാണ് KS എന്നുള്ള വാചകം കൂടി അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായും കൗതുകത്തോടെയുമൊക്കെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും വലിയ പ്രതീക്ഷ അണികൾക്കുണ്ട്, വലിയ പ്രതീക്ഷ അനുയായികൾക്കുണ്ട്. പക്ഷേ അത് ഏത് അനുകൂലമായ രീതിയിലുള്ള നിലപാട് അവസാന ഘട്ടത്തിൽ നേതൃത്വം എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. പക്ഷേ അതിനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തെളിഞ്ഞിട്ടേയില്ല. കെ സുധാകരനുമായി ബന്ധപ്പെട്ട നേതാക്കൾ എല്ലാവരും പറഞ്ഞത് ഡൽഹിയിലേക്ക് വരൂ, ഇവിടെ നിന്ന് കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കാം. അത് പറയുമ്പോൾ പോലും ഈ പറയുന്ന പോലെ കെ സുധാകരനെ ഒരു MPക്ക് മാത്രമായി ഇളവ് നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് MPമാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പാർട്ടിക്ക് കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം കെ സുധാകരനെ ബോധിപ്പിക്കുകയായിരിക്കും ഈ നേതൃത്വത്തിൽ ലക്ഷ്യം. അത് മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ ഇടപെട്ടുകൊണ്ട് കെ സുധാകരനെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കെ സുധാകരൻ്റെ അടുത്ത ആളുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാനും കഴിയുന്നത്.